നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്തത് ഗ്ലോബൽ വിൻസ്, അതുപോലെ തന്നെ പീരിയോഡിക് വിൻസ് തുടങ്ങിയിട്ടുള്ള വാദങ്ങളെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആഗോളവാദങ്ങള്, അതേപോലെ തന്നെ കാലികവാദങ്ങള് തുടങ്ങിയിട്ടുള്ള വാദങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്തത്. നമ്മൾ പുതിയൊരു വാദത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പുതിയൊരു കാറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതാണ്? അസ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ വേരിയബിൾ വിൻസ്. എന്താ വേരിയബിൾ വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോക്കാം. Variable winds are winds with entirely different characteristics formed during certain atmospheric situations. എന്ന് വെച്ച് കഴിഞ്ഞാല് ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും അതുപോലെ തന്നെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുമുള്ള കാറ്റുകളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? അസ്ഥിരവാദങ്ങള് അല്ലെങ്കിൽ വേരിയബിൾ വിൻസ് എന്ന പേരിൽ വിളിക്കുന്നത്. ഇനി വേരിയബിൾ വിൻസിന് നമുക്ക് രണ്ട് ഉദാഹരണങ്ങളാണ് പറയാൻ കഴിയുക, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള അസ്ഥിരവാദങ്ങളാണ് അല്ലെങ്കിൽ വേരിയബിൾ വിൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെയാണ് സൈക്ലോൺസ് അല്ലെങ്കിൽ ചക്രവാദങ്ങള്. രണ്ടാമത്തെയാണ് ആന്റി സൈക്ലോൺസ് അല്ലെങ്കിൽ പ്രതിചക്രവാദങ്ങള്. രണ്ടിനെ കുറിച്ചിട്ടും നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതിലൊന്നാമത്തെയാണ് സൈക്ലോൺസ് അല്ലെങ്കിൽ ചക്രവാദങ്ങള്. എന്തൊക്കെ ചക്രവാദത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ആദ്യം എന്താണ് ചക്രവാദങ്ങൾ എന്നുള്ളത് നോക്കാം. എന്താ ചക്രവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈക്ലോൺസ് ആർ കോസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദി സെന്റർ സറൗണ്ടഡ് ബൈ ഹൈ പ്രഷർ റീജിയൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അന്തരീക്ഷത്തില് ഒരു ന്യൂനമർദ്ദം, അതായത് ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതുപോലെ തന്നെ ചുറ്റുഭാഗങ്ങളിലും ഹൈ പ്രഷറിന്റെ അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖലകളും രൂപം കൊള്ളുന്നത് എന്തിന് കാരണമാവുന്നുണ്ട്? സൈക്ലോൺസിന് അല്ലെങ്കിൽ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാവുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്ക്. അതുമായി തുടർച്ചയായിട്ട് തന്നെ പറയണതാണ് സ്ട്രോങ് വേൾ വിൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈ പ്രഷറിൽ നിന്ന് എങ്ങോട്ടേക്ക്? ലോ പ്രഷറിലേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ശക്തിയായിട്ട് എന്ത് ചെയ്യും? കാറ്റുകള് ചുഴറ്റി എറിയപ്പെടും. എങ്ങോട്ടേക്ക്? ഹൈ പ്രഷറിൽ നിന്ന്, അതായത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് എന്ത് ചെയ്യും? ശക്തിയായിട്ട് കാറ്റുകള് ചുഴറ്റി എറിയപ്പെടും. അതായത് ഇത്രേ ഉള്ളൂ. ഈ ലോ പ്രഷർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ഭാഗത്താണ്. ഇതിന്റെ ചുറ്റുഭാഗത്തുള്ളത് എന്താണ്? ഹൈ പ്രഷർ ഏരിയ ആണ്. അല്ലെങ്കിൽ ന്യൂനമർദ്ദം നടുവിലും ചുറ്റുഭാഗങ്ങളിലും എന്താണ്? ഉച്ചമർദ്ദ മേഖലകളുമാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഇതാണ് എന്തിന് കാരണമാവുന്നത്? ഈ സൈക്ലോൺസ് അല്ലെങ്കിൽ ചക്രവാതങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമാവുന്നത്. അപ്പോ ഈ ചുറ്റുഭാഗത്തുള്ള ഹൈ പ്രഷറിൽ നിന്ന് എന്ത് ചെയ്യും? ഈ നടുവിലുള്ള ലോ പ്രഷറിലേക്ക് ശക്തമായിട്ട് എന്ത് ചെയ്യും? എയർ അല്ലെങ്കിൽ കാറ്റിനെ ചുഴറ്റിയെറിയപ്പെടും. ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞത്. ഓക്കെ, ഹൈ പ്രഷറിൽ നിന്ന് എന്ത് ചെയ്യും? ലോ പ്രഷറിലേക്ക് ശക്തമായിട്ട് കാറ്റിനെ ചുഴറ്റി എറിയപ്പെടും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഉത്തരാർദ്ധ ഗോളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിലാണ് ഇതിന്റെ ദിശ ഉണ്ടാവുക. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധ ഗോളത്തിലാണെങ്കിൽ ഏത് ദിശയിലാണ്? ക്ലോക്ക് വൈസിലാണ് ഉണ്ടാവുക. അല്ലെ, നമ്മളെ ക്ലോക്ക് കറങ്ങുക ഈ രീതിയിലാണ്. 1, 2, 3, 4 അങ്ങനെ പോവുക. അപ്പൊ ഈ രീതിയിലാണ് എവിടെ ഉണ്ടാവുക? സദേൺ ഹെമിസ്ഫിയറിൽ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധ ഗോളത്തില് ഇതിന്റെ ദിശ ഉണ്ടാവുക. എന്നാൽ നമുക്ക് ഉത്തരാർദ്ധ ഗോളത്തിൽ അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ദിശയിലല്ല, മറിച്ച് ക്ലോക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലാണ് എന്ത് ചെയ്യുക? ഇതിന് ദിശ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ എന്ത് ആന്റി ക്ലോക്ക് വൈസ് എന്നും അല്ലെങ്കിൽ എതിർ ഘടികാര ദിശ എന്നും അതേപോലെ തന്നെ ഇതിനെ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഘടികാര ദിശ എന്ന പേരിലും വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഘടികാര ദിശയിലാണ് എന്നുള്ള പേരിലും പറയണത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ നോക്ക്. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആൻഡ് ടെമ്പറേറ്റ് സൈക്ലോൺസ് അല്ലെങ്കിൽ ഉഷ്ണമേഖല ചക്രവാതങ്ങളും മിതോഷ്ണ മേഖല ചക്രവാതങ്ങളും. അതായത് സൈക്ലോൺസിനെ അല്ലെങ്കിൽ ചക്രവാതങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? അവിടെ രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിലാണ് എങ്ങനെ തരംതിരിച്ചിട്ടുള്ളത്? ട്രോപ്പിക്കൽ സൈക്ലോൺസും അതേപോലെ തന്നെ ടെമ്പറേറ്റ് സൈക്ലോൺസും അല്ലെങ്കിൽ ഉഷ്ണമേഖല ചക്രവാതം എന്നും അതേപോലെ തന്നെ മിതോഷ്ണ മേഖല ചക്രവാതം എന്ന പേരിലും തരംതിരിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് നോക്ക്. ഓക്കി നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ് അല്ലെ. ലക്ഷദ്വീപിലും അതേപോലെ തന്നെ ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൈക്ലോണിക് വിൻഡ് അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റായിരുന്നു എന്ത്? ഓക്കി എന്ന് പറയുന്നത് അല്ലെ. വീശിയടിച്ച വർഷമാണ് 2017. ഏത് മാസത്തിലാ? നവംബർ മാസത്തിലാണ് അത് വീശിയടിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചുഴലിക്കാറ്റാണ് അല്ലെ. ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇതെന്ന് പറയുന്നത് ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്, അല്ലെങ്കിൽ ഉഷ്ണമേഖല ചക്രവാതത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി ഉഷ്ണമേഖല ചക്രവാതങ്ങൾക്ക് കാരണമാവുന്നത് എന്താ? കോസ്ഡ് ഡ്യൂ ടു ലോക്കൽ പ്രഷർ ഡിഫറൻസസ് ഇൻ ദി ട്രോപ്പിക്കൽ ഓഷ്യൻസ്, എസ്പെഷ്യലി ഇന്ത്യൻ ഓഷ്യൻസ്. എന്ന് വെച്ചാല് ഉഷ്ണമേഖല സമുദ്ര പ്രദേശത്ത്, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരങ്ങളിൽ ഉണ്ടാവുന്ന മർദ്ദ വ്യത്യാസമാണ് എന്തിന് കാരണമാവുന്നത്? ട്രോപ്പിക്കൽ സൈക്ലോൺസിന് കാരണമായിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ഇന്ത്യൻ തീരം ഓക്കി വിട്ടത് എങ്ങനെയാണ്? ഒരുപാട് ജീവനും അതുപോലെ തന്നെ ഒരുപാട് സ്വത്തും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഇത് ട്രോപ്പിക്കൽ സൈക്ലോണിന് അല്ലെങ്കിൽ ഉഷ്ണമേഖല ചക്രവാതങ്ങൾക്ക് എന്താണ് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇത്രയുമാണ് നമുക്ക് ചക്രവാതം എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രതിചക്രവാതാണ് അല്ലെങ്കിൽ ആന്റി സൈക്ലോൺസ് ആണ്. എന്താണെന്ന് നോക്കാം. എന്താ ആന്റി സൈക്ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആന്റി സൈക്ലോൺ ഫെനോമെനോൺ വേർ സ്ട്രോങ് വേൾഡ് വൈൻഡ്സ് ബ്ലോ ഫ്രം ദി ഹൈ പ്രഷർ സെന്റേഴ്സ് ടു ദി സറൗണ്ടിംഗ് ലോ പ്രഷർ ഏരിയാസ്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ മേഖലകളിലേക്ക് കാറ്റ് ചുഴറ്റി എറിയപ്പെടുന്ന പ്രതിഭാസത്തെയാണ് എന്ത് പേരിൽ വിളിക്കുന്നത്? പ്രതിചക്രവാതങ്ങൾ അല്ലെങ്കിൽ ആന്റി സൈക്ലോൺസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. നോക്കാം നമുക്ക്. ഈ നടുവിലാണ് അല്ലെങ്കിൽ സെൻട്രലായിട്ടാണ് ഏതുള്ളത്? ഹൈ പ്രഷർ ഉള്ളത്. ചുറ്റുഭാഗങ്ങളിലും ഏതാണ്? ലോ പ്രഷർ ആണ്. അപ്പൊ നടുവിൽ നിന്ന് അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ നിന്ന് ചുറ്റുഭാഗങ്ങളിലേക്കും എന്താണ്? ചുറ്റുഭാഗങ്ങളിലുള്ള ലോ പ്രഷർ ഏരിയാസിലേക്ക് കാറ്റിന് എന്ത് ചെയ്യാണ്? ചുഴറ്റി എറിയപ്പെടുകയാണ്. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിച്ചത്? ആന്റി സൈക്ലോൺസ് അല്ലെങ്കിൽ പ്രതിചക്രവാതങ്ങൾ എന്ന പേരിൽ വിളിച്ചത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോക്ക് വൈസും ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസും ഉണ്ട്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ക്ലോക്ക് വൈസും അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഏതാണ്? ആന്റി ക്ലോക്ക് വൈസും ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഉത്തരാർദ്ധഗോളത്തില് ഘടികാര ദിശയും അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തില് ഏതാണ്? എതിർ ഘടികാര ദിശയുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതില് എന്താണ്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഇതില് നമ്മള് നേരത്തെ പറഞ്ഞത്, അതായത് സൈക്ലോൺസിലാണെങ്കിൽ എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഏതാണ്? ആന്റി ക്ലോക്ക് ആണ്. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏതാണ്? ക്ലോക്ക് വൈസ് ആണ്. എന്നാൽ ഇവിടെ വരുമ്പോ ആന്റി സൈക്ലോൺസിലാണെങ്കിൽ ഏതാണ്? ഉത്തരാർദ്ധഗോളത്തില് ക്ലോക്കും ആണ്, അതേപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏതാണ്? ആന്റി ക്ലോക്ക് വൈസും ആണ്. ഇത്രയുമാണ് നമുക്ക് പ്രതിചക്രവാതങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ കൺക്ലൂഡ് ചെയ്യാണ്. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് ദ സൺസ് ഓറ അല്ലെങ്കിൽ സൂര്യ തേജസ്സാൽ. നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചതോട് കൂടിയിട്ട് സൂര്യനില്ലെങ്കിൽ ഭൂമിയിൽ ഒന്നും സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അന്തരീക്ഷം എത്രത്തോളം ചലനാത്മകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദിസ് കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് എയർ ഈസ് ദ സൺ. അതായത് വായുവിന്റെ ഈ ഒരു നിരന്തരമായിട്ടുള്ള സഞ്ചാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആരാണ്? സണ്ണാണ് അല്ലെങ്കിൽ സൂര്യനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോ സൂര്യന്റെ എനർജി, വിതൗട്ട് ഇറ്റ്സ് എനർജി, ഇതിന്റെ എനർജി ഇല്ല എന്ന് വിചാരിക്കുക, എന്താ ഉണ്ടാവുക? നോ ടെമ്പറേച്ചർ, ഒരു താപം ഉണ്ടാവില്ല അല്ലെ. അതേപോലെ തന്നെ നോ പ്രഷർ ഡിഫറൻസസ്, ഒരു പ്രഷർ അല്ലെങ്കിൽ എന്താണ്? ഒരു മർദ്ദ വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നോ വിൻഡ്, ഒരു കാറ്റുകളും എന്ത് ചെയ്യൂല? ഉണ്ടാവില്ല. അപ്പൊ എല്ലാത്തിനും ആധാരം എന്തുതന്നെയാണ്? സൂര്യ തേജസ് തന്നെയാണ് അല്ലെങ്കിൽ സൗരോർജം തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കിയത്. ഇതോടുകൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്റർ നമ്മൾ അടുത്ത വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യും. അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു.